നമസ്കാരം. ദുബായിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അപേക്ഷയിൽ പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. സെപ്റ്റംബർ 1 മുതലാണ് മാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. ഇതിലൂടെ മിക്ക അപേക്ഷകർക്കും പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോകളാണ് ഇനി പാസ്പോർട്ട് അപേക്ഷകൾക്ക് സമർപ്പിക്കേണ്ടത്. യാത്രാരേഖകൾക്ക് ബയോമെട്രിക് ഐഡന്റിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ആഗോള സ്ഥാപനമാണ് ICAO. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം. പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം 630x810 പിക്സൽ വലുപ്പമുള്ള കളർ ഫോട്ടോയാണ് ആവശ്യമുള്ളത്. വെള്ള പശ്ചാത്തലമായിരിക്കണം. തലയും തോളും വ്യക്തമായി കാണണം. മുഖം ഫ്രെയിമിന്റെ 80 മുതൽ 85% ഭാഗം ഉൾക്കൊള്ളണം. മുഖം മുഴുവനായി നേരെ നോക്കി കണ്ണുകൾ തുറന്നിരിക്കണം. ഭാവങ്ങൾ സ്വാഭാവികമായിരിക്കണം. മുടി കണ്ണുകൾ മറയ്ക്കാൻ പാടില്ല. മുഖത്ത് നിഴലുകളോ ചുവപ്പ് നിറത്തിലുള്ള കണ്ണുകളോ ഫ്ലാഷിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകരുത്. ശരീരത്തിലെ തൊലിയുടെ നിറം സ്വാഭാവികമായി കാണണം. തല ഫ്രെയിമിന്റെ മധ്യഭാഗത്തായിരിക്കണം. അവ്യക്തമായതോ ഡിജിറ്റലായി മാറ്റങ്ങൾ വരുത്തിയതോ ആയ ഫോട്ടോകൾ സ്വീകരിക്കില്ല. കണ്ണട ഉപയോഗിക്കാൻ പാടില്ല. മതപരമായ കാരണങ്ങളാൽ തല മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അനുവദനീയമാണെങ്കിലും മുഖം വ്യക്തമായി കാണണം. നവജാത ശിശുക്കളുടെ ഫോട്ടോ പുറത്തുനിന്നെടുക്കണം. ഈ മാറ്റം രാജ്യാന്തര യാത്രാ നിയമങ്ങളുടെ ഭാഗമാണെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു.